നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. കർത്താവേ, അടിയനെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വാക്കുകളെ തരണം, അധരങ്ങളെ തുറന്നു തരണം. നീ ആഴമായ ഉൾക്കാഴ്ച തന്ന് കർത്താവെ അത് പ്രഘോഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ, ശക്തിയാൽ ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അടിയിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. അവർക്ക് ഈ വചനങ്ങൾ ഹൃദയത്തിൽ പതിഞ്ഞ് ജീവിതത്തിൽ മാറ്റമുണ്ടാകാനും യേശു കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും മക്കളായി തന്നെ ഇനിയും കൂടുതൽ സ്നേഹത്തോടുകൂടി കർത്താവിനെ പിടിച്ച് ജീവിക്കുവാനും ഉള്ള കൃപ, അനുഗ്രഹങ്ങൾ, രക്ഷയുടെ അനുഗ്രഹങ്ങൾ, നിത്യജീവൻ്റെ അനുഭവങ്ങൾ കർത്താവ് കൊടുത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 13 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഞാൻ 13-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം നിങ്ങളോട് പ്രസംഗിച്ചത് എനിക്ക് ശരീരത്തിലെ ചില പ്രയാസങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന അവസരത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് പൗലോസ് പറയുന്നത്. സുവിശേഷ വേല ചെയ്യുന്നതിലെ പൗലോസ് കാണിച്ച ആ ശുഷ്കാന്തി വളരെയധികമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിജാതിയരുടെ അപ്പസ്തോലൻ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് ധാരാളം പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. വീണ്ടും പൗലോസ് എത്രമാത്രം തീഷ്ണതയോടുകൂടിയ യേശുവിനെ പ്രതി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവനെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിന് അദ്ദേഹം തൽപരനായിരുന്നു. ജീവൻ പോയാലും കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം, തീഷ്ണത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ ആ ലേഖനത്തിലെ പൗലോസ് 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സഹിക്കേണ്ടി വന്ന ചില സഹനങ്ങൾ ചിലത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും പൗലോസ് അങ്ങനെ എഴുതുന്നില്ല. ഇത് എഴുതേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് എഴുതിയതാണ്. ചില സഹനങ്ങൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരാഗ്രഹവാസം പല പ്രാവശ്യം അനുഭവിച്ചു. എണ്ണമറ്റ വിധം പ്രഹരങ്ങളേറ്റു. പലതവണ മരണവക്രത്തിൽപ്പെട്ടു. 5 പ്രാവശ്യം ഒന്ന് കുറയെ 40 വീതം അടികൊണ്ടു. 3 പ്രാവശ്യം അടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. കടലിൽ ഒഴുകി നടന്നു. എങ്ങോട്ടാ പോകുന്നത് എന്നറിയാൻ വയ്യാതെ പോലും കടലിൽ ഒഴുകി നടന്നു. ഇന്ന് നമുക്കറിയാമല്ലോ, ക്രിസ്തീയ പുരോഹിതന്മാരെയൊക്കെ വെറുതെ അടിച്ച് ഇതിനെ ഇല്ലാതാക്കാമെന്ന് അവർ ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റത്തില്ല. ഇത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത സഭാവിശ്വാസികളുടെ സമൂഹമാണ്. അതിനെ ഇല്ലാതാക്കാൻ 2000 വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടും ഒരു ചക്രവർത്തിമാർക്കോ സീസറിനോ രാജാക്കന്മാരോ രാജ്യത്തിനോ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇന്നത്തെ ഒരു ഗവൺമെൻറ് നടപ്പാക്കാമെന്ന് വിചാരിച്ചാൽ ഭോഷത്വമെന്നേ പറയാനുള്ളൂ. വാക്യം 13 നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ 1-ാമത്തെ മിഷൻ യാത്രയുടെ സമയത്ത് പൗലോസിന് ശരീരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്നാണ്. ഈ ലേഖനം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ 1-ൽ കൂടുതൽ പ്രാവശ്യം പൗലോസ് ചിലപ്പോൾ ഈ ഗലാത്യ സഭ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആ വാചകത്തിൽ നിന്ന് സൂചന വരുന്നത്.
വാക്യം 14. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടായി രോഗിയായിരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാൻ വലിയ താല്പര്യമില്ല. വലിയ ആരോഗ്യവാനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ചെന്ന് സ്തുതി സ്തോത്രങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം, പൂഴ്ത്തിയെന്ന് വരാം. രോഗിയായിരിക്കുമ്പോൾ പലരും അങ്ങ് കൈവിടും. അങ്ങനെയുള്ള ഒരു അവസ്ഥ പൗലോസിന് രോഗിയായിരുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരീരസ്ഥിതി ഒരു പരീക്ഷയായിരുന്നു എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഭീഭത്സമായ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു സൂചനയാണ് അദ്ദേഹം പറയുന്ന വാക്ക്. പക്ഷേ എന്താണ് ആ അസുഖമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അവിടെയല്ല എങ്ങും അദ്ദേഹം ചില അസ്വസ്ഥതകളും രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടൊരു വാചകം: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. ഈ വാക്യം നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. പൗലോസ് കൊറിന്ത്യർക്കാരുടെ ലേഖനം 2 കൊരിന്ത്യറിൻ്റെ 12-ാം അധ്യായത്തിലാണ്. അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ശരീരത്തിലുണ്ടായല്ലോ. എന്താണെന്ന് അവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു മുള്ള നൽകപ്പെട്ടിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ദൈവിക ദർശനങ്ങൾ, സ്വർഗം വരെ പോയി എടുക്കപ്പെട്ട ആളാണ്. ആ ദർശനങ്ങൾ കണ്ടത് ആഹ്ലാദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കെല്ലാം ആഗ്രഹമല്ലേ സ്വർഗമൊന്ന് കാണണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് കയറി ആ സന്തോഷത്തിലൊന്ന് ആയിരിക്കണമെന്ന് എത്ര ഒരു ആഹ്ലാദമുള്ള കാര്യമാണ്. പക്ഷേ ആഹ്ലാദം വന്ന് അതങ്ങ് മതിമറന്നു പോകരുത്. അതിനുവേണ്ടിയാണ് കർത്താവ് ഒരു മുള്ള് കൊടുത്തിരിക്കുന്നത് എന്നാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. എന്നാലും വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല, പല അഭിപ്രായങ്ങൾ പലരെ പറയുന്നുണ്ട് എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ എന്നെ ഒരു ദൈവദൂതനെ പോലെയാണ് കണക്കാക്കിയത് എന്ന് പറയുന്നിടത്ത് ആ ദൈവദൂതൻ എന്നുള്ള വാക്കിന് ഏഞ്ചലോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. 2 അർത്ഥങ്ങൾ നമുക്ക് ഈ ഏഞ്ചൽ എന്നുള്ളതിൽ എടുക്കാം. ഒന്ന്, നമ്മൾ മാലാഖ എന്നുള്ള അവരുടെ ആരാണത്? മനുഷ്യനാണോ മാലാഖയാണോ? അത് മാലാഖ, ഏഞ്ചൽ എന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കാം. വേറൊന്ന് ദൂതൻ എന്നർത്ഥം എടുക്കാം. രണ്ടും ഒന്നാ സൂചിപ്പിക്കുന്നെങ്കിലും വാക്കുകളുടെ പ്രയോഗം കൊണ്ട് അർത്ഥവ്യത്യാസമുണ്ട്. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത അറിയിക്കുവാനുള്ളവനാണ്. അപ്പോൾ ആ ജോലിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഏഞ്ചലോ എന്നുള്ള വാക്കിന് മാലാഖ എന്നുള്ളൊരർത്ഥമാണ്, ഒത്തിലുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവർ പൗലോസിനെ വളരെയധികം സ്നേഹത്തോടുകൂടി അവർ ഇടപെട്ടു. പൗലോസിനോട് ഗലാത്യർ കാണിച്ച മാനുഷിക സഹായത്തെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു ഒരു ഏഞ്ചലിനെ പോലെ, മാലാഖയെ പോലെ എന്നെ നിങ്ങൾ പരിഗണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 35:34 ഒരു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു. ഇങ്ങനൊരു വാചകം കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആർക്ക് വേണ്ടിയാണ് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത്? ഒരു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ദുഃഖിക്കുന്നത് ഒന്നിൽ നമ്മുടെ സുഹൃത്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനായിരിക്കണം. അവരെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഓർത്ത് വിലപിക്കും. ഇത്രയും ദുഃഖങ്ങളാണ് മനുഷ്യർക്ക് സഹജമായിട്ട് വരുന്നത്.
സഹോദരൻ, സുഹൃത്ത്, അമ്മ, ഇവരെ ഓർത്തൊക്കെ നമ്മൾ ദുഃഖിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ദുഃഖം എന്നോട് കാണിച്ചല്ലോ എന്നുള്ള ഒരു സ്നേഹമാണ് പൗലോസ് ഇവിടെ പ്രകടമാക്കുന്നത്. ഈ ശുശ്രൂഷകരെ, ദൈവിക വേലയിൽ ശുശ്രൂഷ നടത്തുന്നവരെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടതാണ്. കാരണം അവരിൽ കൂടാണല്ലോ ദൈവവചനം നമ്മൾ കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകുന്നതും നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറുന്നതുമൊക്കെ ഈ ശുശ്രൂഷകർ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതാണ്. അത് പൗലോസ് വേറെയും ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 29-39 വാക്യങ്ങളിൽ എപ്പഫ്രോത്തീസ് എന്ന് പറയുന്ന പൗലോസിൻ്റെ സഹപ്രവർത്തകനെ പൗലോസ് ഫിലിപ്പിയിലേക്ക് അയച്ചപ്പോൾ പൗലോസ് ആ കത്തിൽ ആ കാര്യം എഴുതിയിരിക്കുകയാണ്. പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കർത്താവിൽ അവനെ സ്വീകരിക്കുവീൻ. എപ്പഫ്രോത്തീസിനെ നിങ്ങൾ സ്വീകരിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കണം. അവനെപ്പോലെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം. അതിന് കാരണം ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിൻ്റെ വക്കുവരെ എത്തി. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് എവിടെ വരെ നമുക്ക് ചെല്ലാം? മരണത്തിൻ്റെ വക്കുവരെ നമുക്ക് എത്താം. മരിക്കുവാൻ നമ്മൾ ഇടയാക്കണ്ട, മരണത്തിൻ്റെ വക്കുവരെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാം. എപ്പഫ്രോത്തീസ് അങ്ങനെ പ്രവർത്തിച്ച ആളാണ്. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ അത്രമാത്രം സ്വന്തം ജീവനെ അപകടത്തിലാക്കത്തക്കവണ്ണം അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പം അങ്ങനെയുള്ളവരെ ബഹുമാനിക്കണമെന്നതാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 7 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവീൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവീൻ. ഇനി നമുക്ക് 15-ാമത്തെ വാക്യത്തിലോട്ട് കയറാം. നിങ്ങളുടെ ആ സന്തോഷം ഇന്ന് എവിടെ? സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു. എനിക്ക് ബോധ്യമുണ്ട്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ കണ്ണുകൾ എടുത്ത് തരുവാനും നിങ്ങൾക്ക് തയ്യാറായിരുന്നു. പക്ഷെ ഇന്ന് അത്രമാത്രം സ്നേഹം കാണിക്കുന്നില്ല എന്നാണ് തോന്നൽ. ആ സ്നേഹം എവിടെ? ഈ വാക്യത്തിൽ നിന്നും നമുക്കൊരു കാര്യം സംശയിക്കാം, അല്ലെങ്കിൽ ചിലരങ്ങനെ സംശയിക്കുന്നുണ്ട്. പൗലോസിൻ്റെ അസുഖം എന്ന് പറയുന്നത് കണ്ണിൻ്റെ എന്തോ ഒരു അസുഖമായിരുന്നോ എന്ന്. കണ്ണ് ചൂഴ്ന്നെടുത്ത് തരാമെന്നല്ലേ പറയുന്നത്, പകരം തരുന്നു എന്നുള്ള പോലെ. അങ്ങനെ ചിലർ അതിന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് അതിശയോക്തിപരമായ ഒരു പ്രയോഗം എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അല്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഇന്നത്തെ പോലെ കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളൊന്നും അന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഏറ്റവും അധികം വിലമതിക്കുന്ന വസ്തുക്കൾ പോലും തരുവാൻ അവർ തയ്യാറായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സുഭാഷിതങ്ങളിൻ്റെ 17-17 ഇങ്ങനൊരു വാക്യം പറയുന്നു: മിത്രം എപ്പോഴും മിത്രം തന്നെ, ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം പറയുന്നത് മിത്രം എപ്പോഴും മിത്രം തന്നെ. ഒരു സ്നേഹിതൻ നമുക്കുണ്ടെന്നിരിക്കട്ടെ, അവനെന്നും സ്നേഹിതനാണ്. അവനെ നമ്മൾ തള്ളിക്കളയരുത്, അവൻ നമ്മളെയും തള്ളിക്കളയത്തില്ല. മിത്രമാണല്ലോ, മിത്രമായിട്ട് തന്നെ ഇരിക്കണം. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. സഹോദരനെക്കുറിച്ച് ഈ ഒരു സാധാരണ മിത്രം പോലെ കണക്കാക്കിയാൽ പോരാ.
ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. സഹോദരൻ തന്നെ എന്തിനാ ജനിച്ചത്? എനിക്കൊരു സഹോദരനുണ്ട്, എന്തിനാ സഹോദരൻ ജനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ആപത്തിൽ പങ്കുചേരാനാണ്. അപ്പോൾ സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. എൻ്റെ സഹോദരൻ ആപത്തുണ്ടായാൽ അതിൽ പങ്കുചേരാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരൻ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? എനിക്ക് ആപത്തുണ്ടായാൽ എൻ്റെ പാപത്തിൽ പങ്കുചേരാനാണ്. കുടുംബങ്ങളിൽ എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണം. സഹോദരങ്ങൾ എന്തിനാണ്? ആപത്തിൽ പങ്കുചേരാനാണ് അവർ ജനിച്ചിരിക്കുന്നത് തന്നെ എന്ന് മനസ്സിലാക്കണം. യേശുവുമായി സ്നേഹബന്ധം ഉണ്ടാക്കിയിരുന്നത് കൊണ്ടാണ് യേശു യൂദായിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ ദീദിമോസ് എന്ന തോമസ് മറ്റ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം. യേശു യൂദയ പ്രദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, അയ്യോ പോവല്ലേ, ഇപ്പോൾ പോയാൽ അവർ നിന്നെ കൊല്ലാനുള്ള ആലോചനയൊക്കെ ഇട്ടിരിക്കുക, ഇപ്പോൾ അതൊരു അപകടകരമായ സമയമാണ്, ഇപ്പം പോകല്ലേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ദീദിമോസ് എന്നുകൂടി പേരുള്ള നമ്മുടെ തോമസ് അപ്പോസ്തലൻ ധൈര്യമായിട്ട് പറയുക എല്ലാ ശിഷ്യന്മാരോടും, നമുക്കും പോകാം, അവനോടുകൂടി പോയി നമുക്കും മരിക്കാം, അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം. യോഹന്നാൻ്റെ 11-ാം അധ്യായം 17-ാം വാക്യമാണ്. ഇവിടെ നമുക്കൊരു വലിയ ധൈര്യം തരുന്നുണ്ട് തോമസ് അപ്പോസ്തലൻ. നമ്മൾ ജീവിക്കുന്ന എന്തിനാ? അവനോടൊപ്പം പോയി മരിക്കാൻ. അതിനൊരു അവസരം കിട്ടുന്ന അവസരത്തിൽ തോമസ് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അവനെന്ത് പറ്റും? മരിക്കും. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അപ്പോസ്തലന്മാരെല്ലാം ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടവരാണ് എന്ന് നമുക്കറിയാം, രക്തസാക്ഷികളായവരാണ്. അപ്പോൾ അവനോടുകൂടി മരിക്കുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ തയ്യാറായിരിക്കണം. അതാണ് തോമസ് കാണിച്ച മാതൃക. അല്ലാതെ ഇവിടുത്തെ സുഖസൗകര്യങ്ങളനുസരിച്ച് ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ കുറേ നാൾ ജീവിച്ചിട്ടങ്ങ് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷയും കിട്ടി അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിക്കരുത്. അത് നല്ലൊരു ശവസംസ്കാരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ല, പിന്നെയോ കർത്താവിന് വേണ്ടി മരിക്കണം എന്നുള്ളതാണ് പ്രധാന സംഗതി. ഇനി ഞാൻ 15-ാം വാക്യത്തിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ ആ സന്തോഷം ഇനി ഞാൻ 16-ാം വാക്യത്തിലോട്ട് കയറുകയാണ്. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ? പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരോട് സത്യം തുറന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശത്രുവായി തീർന്നു. ഈ വലിയ സ്നേഹിതരോടൊക്കെ ആണല്ലോ സാധാരണ നമ്മൾ എല്ലാം ഓപ്പണായിട്ട് സത്യം അങ്ങ് തുറന്ന് പറയുന്നത്. അപ്പോൾ പൗലോസോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവായി തീർന്നോ? നേരത്തെ ആണെങ്കിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചവരാണ്, ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഒരു അതൃപ്തി ഉള്ളതുപോലെ തോന്നുന്നത്. ഗലാത്യക്കാർ ഒരു പക്ഷേ ഈ കത്തിൽ കൂടെ അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ പൗലോസ് കൊടുക്കുന്നത് കൊണ്ട് ആ കത്തിലെ നിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ അവർക്ക് പൗലോസിനോട് വല്ല എതിർപ്പും ഉണ്ടായോ, ഒരു ശത്രുവായിട്ട് കരുതിയോ എന്ന് പൗലോസിന് ഒരു സംശയം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നത്. സങ്കീർത്തനം 141-ന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തിക്കെതിരാണ്. ഈ ശാസന എന്ന് പറയുന്നത് ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സങ്കീർത്തനം പറയുന്നത്, നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്തിനാ? എൻ്റെ നന്മയ്ക്ക് വേണ്ടി. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാനായ ഒരുവൻ വന്ന് എന്നെ
പ്രഹരിച്ചാലും കുഴപ്പമില്ല, ശാസിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യട്ടെ. അധ്യാപകർ കുട്ടികളെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ചെറിയ വടി കൊണ്ട് ചെറുതായിട്ട് അടിക്കുമ്പോഴും ഇപ്പോഴും സമരമാണ്. അങ്ങനെയല്ല, പ്രഹരിക്കുകയോ അടിക്കുകയോ ചെയ്യണം, ശാസന കൊടുക്കണം. കാരണം നന്നാകാൻ വേണ്ടിയാണെന്ന് അതിൻ്റെ അർത്ഥം. ദുഷ്ടരുടെ തൈലം എന്നെ അഭിഷേകം ചെയ്യാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് എതിരാണ്, ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾക്ക് എതിരായിട്ടാണ് എൻ്റെ പ്രാർത്ഥന മുഴുവനും എന്ന് സങ്കീർത്തനം പറയുകയാണ്. സുഭാഷിതങ്ങൾ 15:5 അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു, വിവേകി ശാസനം ആദരിക്കുന്നു. പിതാവിൽ നിന്ന് കിട്ടുന്ന ശാസനം ആദരവോടുകൂടി നമ്മൾ സ്വീകരിക്കുക വേണ്ടത്. തള്ളിക്കളയുന്നവൻ, പുച്ഛിച്ച് കളയുന്ന പുത്രൻ, അവൻ ഭോഷനാണ്. പിതാവ് നമുക്ക് നന്മയ്ക്ക് വേണ്ടി ശാസന തരുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുവാനായിട്ട് പാടില്ല. സുഭാഷിതങ്ങളിൽ ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സുഭാഷിതങ്ങൾ 10:17: പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസന നിരസിക്കുന്നവന് വഴിപിഴയ്ക്കുന്നു. വീണ്ടും പറയുന്നു 12:1: ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ശാസനം വെറുക്കുന്നവനാ മൂഢൻ എന്ന് മനസ്സിലാക്കണം. സത്യസന്ധതയ്ക്ക് അതിൻ്റേതായ ചില സവിശേഷതകളുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. സുഭാഷിതങ്ങൾ 12:19: സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. പൗലോസ് കുറച്ച് ശാസനകൾ കൊടുത്ത് തുറന്നു പറഞ്ഞ് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് എതിരുണ്ടായതെന്നാണ് പൗലോസ് സംശയിച്ചത്. ഈ സത്യസന്ധമായ വാക്കിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: അത് എന്നേക്കും നിലനിൽക്കുന്ന വാക്കുകളാണ്. വ്യാജമായ വാക്കുകൾ അത് ക്ഷണികമാണ്. സെഫനിയായുടെ പുസ്തകത്തിലെ 3-13 ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. വഞ്ചന നിറഞ്ഞ നാവുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽക്കാരനല്ല. അവൻ്റെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. സക്രിയ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു 8:16: ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, പരസ്പരം സത്യം പറയുക, നഗരകവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക. കോടതിയിൽ കേസൊന്നും ന്യായാധിപൻ എങ്ങനെയാണ് വിധിക്കേണ്ടത്? സത്യസന്ധമായി ന്യായം വിധിക്കണം. സത്യസന്ധമായി ന്യായം വിധിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് എന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ജഡ്ജിമാരുടെ വിധി പക്ഷപാതം നിറഞ്ഞ വിധിയാണ്. നമുക്ക് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും അത് കാണുവാൻ സാധിക്കും. അവരവർ ചേർന്നിരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധി ചില ന്യായാധിപന്മാർ എന്ന് പറയുന്നവർ വിധിക്കുന്നു. സത്യസന്ധമായി വിധിക്കുവാൻ അവരുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരു ന്യായാധിപൻ എപ്പോഴും സത്യസന്ധമായിട്ടാണ് വിധിക്കേണ്ടത് എന്ന് ഓർത്തിരിക്കണം. സമാധാനം ഉണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ള വിധി തന്നെ വരണം. ഏതെങ്കിലും സൈഡ് പിടിച്ച് വിധിച്ചാൽ സമാധാനം ഇല്ലാതാകും. എഫേസോസ്കാർക്കുള്ള ലേഖനത്തിലെ 4:25 പൗലോസ് നമ്മളോടെല്ലാം ഇങ്ങനെ നിർദ്ദേശിക്കുന്നു: വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. സഭയെന്ന് പറഞ്ഞാൽ പല അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരമായി തീരുന്നു എന്നൊക്കെ പൗലോസ് വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ സമൂഹം
അവരൊരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ സത്യമേ പറയാവൂ, അല്ലെങ്കിൽ ശരീരത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണത്. ശരീരത്തിന് ഐക്യമായിട്ട് നിൽക്കാൻ ഒക്കാതെ വരും. രോഗമെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ അർത്ഥം. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അതാതിൻ്റെ കൃത്യങ്ങൾ, അതാതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായ രീതിയിൽ നടത്താൻ സാധ്യമല്ലാതെ വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ രോഗമെന്ന് പറയുന്നത്. കാലിന് വേദന, മുട്ടിന് വേദന, കണ്ണിന് വേദന എന്നൊക്കെ പറയുന്നത് അതാത് അവയവങ്ങൾക്ക് അതാതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ നമ്മൾ സഭ ഒരു ശരീരമാണെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സംസാരവും എല്ലാം. പൗലോസ് വീണ്ടും നമ്മളോട് പറയുകയാണ്, എഫേസോസ്കാർക്ക് ലേഖനം 6:14, സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. സത്യം കൊണ്ട് അരമുറുക്കി. ഒരു കാര്യം ചെയ്യാനുള്ള ആരംഭത്തിൻ്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അരമുറുക്കി. ഈ മേശപ്പുറത്ത് സേവനം ചെയ്യുന്നവരെ അരമുറുക്കി സേവനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ സത്യം കൊണ്ട് വേണം അരമുറുക്കാൻ. എന്നിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അതിനെ അടിസ്ഥാനമാക്കി ചെയ്യണം. യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, 1 യോഹന്നാൻ 3:18, കുഞ്ഞുമക്കളേ, വാക്കിലും സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അതൊരു വിശദീകരണം തരികയാണ്. പ്രവൃത്തിയിലും സത്യത്തിലും വേണം നമ്മൾ സ്നേഹിക്കാൻ, വാക്കിലും സംസാരത്തിലുമല്ല. കുറച്ച് സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ പുകഴ്ത്തി പറഞ്ഞ് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ മേളിലോട്ട് കയറ്റും. മനസ്സിലങ്ങനെ ഇല്ല. മനസ്സിൽ സ്നേഹവുമില്ല, ഒന്നുമില്ല. അത് പ്രവൃത്തി പദത്തിൽ അത് കാണിക്കത്തുമില്ല. പക്ഷേ വെറുതെ കള്ളം പറഞ്ഞ് ഇവരെ അങ്ങ് കളത്തി ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഒരു കള്ളത്തരമാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നിങ്ങൾ സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ സത്യസന്ധനല്ല, കള്ളത്തരമാണ്, വ്യാജ്യം ആണ് അവൻ കാണിക്കുന്നതെല്ലാം. അതുകൊണ്ട് പുറമേ ഇങ്ങനെ കാണിച്ചാൽ ഒന്നും ശരിയാകത്തില്ല. ഹൃദയത്തിൽ നിന്ന് ആകണം. പ്രത്യേകിച്ച് ഈ നോയമ്പിൻ്റെ കാലത്തിൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് അവരോട് സത്യം പറഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കാനുള്ളതാണ്. അല്ല ബാഹ്യമായിട്ട് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാ, ഞാൻ വലിയ ഭക്തിക്കാരനാ എന്നൊന്നും കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മുടെ പ്രവർത്തനങ്ങളും ഭക്തിയും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. 17-ാം വാക്യം, അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ പൗലോസ് പറയുന്നത് അവർ നിങ്ങളിൽ ചില താല്പര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഈ പറയുന്നത് അവരെന്നൊക്കെ പറയുന്നത് വ്യാജ പ്രവാചകന്മാരെന്നോ വ്യാജ അപ്പോസ്തലന്മാരെന്നോ ഒക്കെ പറഞ്ഞ് കുറച്ച് കൂട്ടർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പൗലോസ് പ്രസംഗിച്ച് പഠിപ്പിച്ചൊക്കെ പോയി സഭയൊക്കെ സ്ഥാപിച്ചു. കുറച്ച് കള്ള നേതാക്കന്മാരിറങ്ങും. എന്നിട്ട് പൗലോസ് പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് വേറെ സുവിശേഷം അറിയിക്കും. അതാ പൗലോസ് എപ്പോഴും പറയുന്നത്, എൻ്റെ സുവിശേഷത്തിന് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നൊക്കെ പൗലോസ് പറയാൻ കാരണം അതാ. അപ്പോൾ പൗലോസ് സത്യമായ സുവിശേഷം അറിയിച്ചു, അതിനെതിരായിട്ട് കുറേ പേർ വന്ന് ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് ശരിയായ സുവിശേഷമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എന്തിനാണ് അവരതങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് നേതാവാകണം. അങ്ങനെ നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കള്ളം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഞങ്ങളാണ് ശരിയായ ആൾക്കാർ, ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങളാണ് നേതാക്കന്മാർ, ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് അനുസരിച്ച് ഞങ്ങളെ ശുശ്രൂഷിച്ചും ബഹുമാനിച്ചൊക്കെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ പൗലോസ് സൂചിപ്പിക്കുകയാണ്, നിങ്ങളോട് ഈ പറഞ്ഞ ആൾക്കാർ അത് അവരുടെ ഒരു തന്ത്രമാണ്. നിങ്ങളെ
വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങളെ യഥാർത്ഥ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് അകറ്റുകയാണ് അവരുടെ ലക്ഷ്യം. അവരാണ് അധികാരികളും അവരാണ് യജമാന്മാരും എന്ന് പരിഗണിക്കപ്പെടണമെന്നാണ് അവരുടെ ലക്ഷ്യം. അവർ ശുഷ്കാന്തിയൊക്കെ കാണിക്കുന്നു, എങ്കിലും അത് യഥാർത്ഥ പരിജ്ഞാനത്തിൽ നിന്നല്ല അവരുടെ ശുഷ്കാന്തി എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അവർ വെറുതെ ഇങ്ങനെ ശുഷ്കാന്തി കാണിക്കും, പരിജ്ഞാനം കുറവാണ്. അവർ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ വീണു പോകരുത് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിനെക്കുറിച്ച് പൗലോസിനൊരു അഭിപ്രായമുണ്ട്. ഇസ്രായേൽ ജനം മൊത്തമായിട്ട് ഇങ്ങനെ പൗലോസ് എഴുതിയിരിക്കുന്നു. റോമാലേഖനം 10:2-3 വാക്യങ്ങൾ. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത ഉണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേൽക്കാരുടെ പ്രത്യേകത, ദൈവം യഹോവയെക്കുറിച്ച് അവർക്ക് നല്ല തീക്ഷ്ണതയുണ്ട്. പൗലോസും ഒരു തീക്ഷ്ണതയുള്ള യഹൂദനായിരുന്നു എന്ന് പൗലോസിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ആ തീക്ഷ്ണത പൗലോസ് യേശുക്രിസ്തു വിളിച്ചപ്പോൾ അങ്ങോട്ടങ്ങ് മാറി. കാര്യം മറ്റിടത്തെ തീക്ഷ്ണത ശരിയായ പരിജ്ഞാനത്തിലല്ലായിരുന്നു എന്നാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ പൗലോസ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നു, അവർക്ക് ശരിയായ തീക്ഷ്ണതയുണ്ട് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് നമ്മുടെ സഭകളിലൊക്കെ നോക്കിയാൽ, എല്ലാവരെയും കുറിച്ച് തെറ്റായ അഭിപ്രായം ഉണ്ടാക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, ചില ആൾക്കാർ അവരങ്ങ് നേതാക്കന്മാരായിട്ട് ചമഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യും. അവരോരോന്നൊക്കെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, തീക്ഷ്ണത കാണിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും, അവരുടെ തീക്ഷ്ണത യഥാർത്ഥ പരിജ്ഞാനത്തിൽ നിന്ന് ഉള്ള തീക്ഷ്ണതയല്ല. അവരെന്തോ മനസ്സിലാക്കിയതനുസരിച്ചൊക്കെ അവരേതാണ്ടൊക്കെ വലിയ ആളാണെന്ന് കാണിക്കാൻ ഓരോന്നൊക്കെ ചെയ്യും. ഇസ്രായേൽക്കാരെക്കുറിച്ച് പറഞ്ഞത്, എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഇതാണ് ഇസ്രായേൽക്കാരുടെ തെറ്റ്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാണ്. ദൈവത്തിൻ്റെ നീതി അത് പ്രധാന ഒരു സംഗതി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ദൈവം നീതീകരിക്കുന്നു ചിലരെ. എന്തുകൊണ്ടാണ് നീതീകരിക്കുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പഴയ മനുഷ്യനെ ക്രൂശിൽ തൂക്കി കൊന്നുകളഞ്ഞിട്ട് അതിനുവേണ്ടി മരിച്ചിട്ട് യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ആ ജീവിതമാണ് ശരിയായ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവരെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ദൈവനീതി. അപ്പോൾ പാപിയായി ഒരിക്കലായിരുന്നവൻ അനുദപിച്ച് വന്നാൽ അവനും രക്ഷ കിട്ടും. വലതുഭാഗത്തെ കള്ളൻ അങ്ങനെയാണല്ലോ കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് ദൈവനീതിയുടെ ചില പ്രവർത്തന രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇസ്രായേൽ ജനം ദൈവനീതിയെക്കുറിച്ച് അജ്ഞരാണ്. അവരോർക്കുന്നത് ചില ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ പാലിക്കണം, പരിച്ഛേദന കർമ്മം നടത്തണം, 10 കൽപ്പനയുടെ ചിലതൊക്കെ അവർ വ്യാഖ്യാനിച്ച് ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. ശനിയാഴ്ച അല്ലെങ്കിൽ ശാബത്ത് ദിവസം ഈ കതിരൊന്നും പറിച്ച് തിന്നരുത്, അങ്ങനെയൊക്കെയുള്ള ചില ചട്ടങ്ങളൊക്കെയാണ്. അവർക്ക് ദൈവനീതിയെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും തങ്ങളുടെ തന്നെ നീതി, നീതി എന്ന് അവർ കണക്കാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് സ്ഥാപിക്കാൻ അവർ വ്യഗ്രത കാണിക്കുക. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങളനുസരിച്ച് ജീവിക്കണം, അതിന് വ്യഗ്രത കാണിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റുന്നു? ദൈവനീതിക്ക് അവർക്ക് കീഴ്വഴങ്ങാൻ ഒക്കുന്നില്ല. ഞങ്ങൾ പറയുന്നതാണ് എല്ലാം ശരി എന്നും പറഞ്ഞ് അതിനെ ഇങ്ങനെ സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ട് ദൈവനീതിക്ക് കീഴടങ്ങുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഇസ്രായേലിന് പറ്റിയ തെറ്റ്, കുഴപ്പം. ദൈവനീതി മനസ്സിലാക്കി ആ ദൈവനീതിക്ക് കീഴ്വഴങ്ങി ജീവിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ പറയുന്നതെല്ലാം ശരി, ഞങ്ങൾ പറയുന്ന പോലെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് അവർ ദൈവനീതിക്ക് കീഴ്വഴങ്ങുന്നില്ല. കീഴ്വഴങ്ങാൻ അവരെ കൊണ്ടൊക്കത്തില്ല. ഇതാണ് അവരുടെ തീക്ഷ്ണത പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്.
ഈ തീഷ്ണത എന്ന് പറയുന്നത് നല്ലതാണ്. തീഷ്ണത എന്ന് പറയുന്നത് ആവശ്യമായ കാര്യമാണ്. യേശു അങ്ങനെ തീഷ്ണത കാണിച്ച സന്ദർഭങ്ങൾ ഉണ്ട്. യേശു തീഷ്ണത കാണിച്ച ഒരു സന്ദർഭമാണ് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ആ വിവരണം യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. കാള, പ്രാവ്, ആട് എന്നിവയെ വിൽക്കുന്നവരെ ആടുകളോടും കാളകളോടും കൂടി യേശു പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിച്ചു, മേശകൾ തട്ടിമറിച്ചു. പ്രാവുകളെ വിറ്റിരുന്നവരോട് അവൻ പറഞ്ഞു, അവയെ എടുത്തുകൊണ്ട് പോകുവീൻ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു. അതാണ് അവരുടെ തെറ്റ്. അതിനാണ് ഇവരെല്ലാം അടിച്ചോടിച്ചത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത തന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. അതുകൊണ്ടാണ് കർത്താവായ യേശു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് ശിഷ്യന്മാർ ഓർത്തു. അത് ഓർക്കാൻ സാധിച്ചല്ലോ. ഇനി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാര്യം ചിന്തിക്കണം. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കരുത്. അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണ് പഴയ നിയമത്തിൽ തന്നെ. അതുകൊണ്ടാണ് യേശു ഇത്രമാത്രം ദേഷ്യത്തോടുകൂടി ചാട്ടവാറെടുത്ത് ആ ദേവാലയത്തെ ശുദ്ധീകരിക്കാനിടയായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവാലയത്തെ അശുദ്ധമാക്കരുത്, കച്ചവട സ്ഥലമാക്കരുത്. അതാ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ദേവാലയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. കച്ചവട സ്ഥലമാകുന്ന സാഹചര്യങ്ങൾ ധാരാളമില്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ആക്കരുത്. യേശു ദേഷ്യപ്പെട്ട ഒരു സന്ദർഭമാണ്. ചാട്ടവാറ് കൊണ്ട് അടികൊള്ളുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ ചാട്ടവാറ് കൊണ്ട് അടികൊള്ളാതിരിക്കുവാൻ നമ്മൾ ദേവാലയത്തെ കച്ചവട സ്ഥലം ആക്കരുത്. ദേവാലയം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. അന്ന് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിലൊരു ദേവാലയം, കല്ലുകൊണ്ട് പണിത ഒരു ദേവാലയം, അന്ന് അവർക്കത് പ്രാധാന്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതിനെയാണ് അവർ കച്ചവട സ്ഥലമാക്കി മാറ്റിയത്. ഇന്ന് നമ്മൾ ദേവാലയം എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ടുണ്ടാക്കുന്ന ദേവാലയത്തെക്കുറിച്ചല്ല. അത് കർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാലയമായിട്ടും ആരാധനാ സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നു. വൃത്തികേടാക്കി കളയരുത്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം തന്നെ ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയം. ദൈവം നമ്മളിൽ വസിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്രിസ്ത്യ വിശ്വാസി മനസ്സിലാക്കേണ്ടത് ദേവാലയം എന്ന് പറയുന്നത് അവൻ്റെ ശരീരമാണ്. അതിനെ അശുദ്ധമാക്കി കളയരുത്. ഒരു കച്ചവട സ്ഥലമാക്കി കളയരുത്. ശരീരത്തെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ആക്കി കളയരുത്. ശരീരം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദേവാലയമാണ്. കർത്താവ് വസിക്കുന്ന സ്ഥലമാണ്. മൺകൂടാരങ്ങളിലാണ് എനിക്ക് ഈ നിധി കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് നമ്മളിൽ വസിക്കണം. നമ്മളതിനെ കർത്താവിന് വസിക്കാനുള്ള സ്ഥലമായിട്ട് സൂക്ഷിക്കണം. ഒരു ശതാധിപൻ പറഞ്ഞില്ലേ, കർത്താവേ എൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തണം, പക്ഷെങ്കിൽ വെച്ച് പറഞ്ഞ് ഞാൻ വരാം, വീട്ടിൽ വരാം. അപ്പോൾ ശതാധിപൻ പറഞ്ഞു, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു നമ്മുടെ ഭവനത്തിൽ വരുവാൻ ആ ഭവനം അതനുസരിച്ച് സൂക്ഷിക്കണം. യേശുവിൻ്റെ ദേവാലയം അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അവിടെ കർത്താവ് വരുമ്പോൾ അതനുസരിച്ചുള്ള അവനെ സ്വീകരിക്കുവാൻ തക്കമുള്ള യോഗ്യതയോടുകൂടി ആയിരിക്കണം. ഒരിക്കലങ്ങ് ആക്കിയച്ച് പിന്നെ വൃത്തികേടാക്കരുത്.
അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ആലയമാണ് നമ്മുടെ ഭവനം, നമ്മുടെ ദേവാലയം, നമ്മുടെ ഈ ശരീരമാകുന്ന ദേവാലയം എന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചൊരു തീക്ഷ്ണത നമുക്കുണ്ടായിരിക്കണം. പിന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സംഗതി, നമുക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു തീക്ഷ്ണതയുണ്ടായിരിക്കണം. 100 ആടുകളിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി 99നെയും വിട്ടിട്ട് പോകുന്ന ആട്ടിടയൻ്റെ ഉടമ യേശു പറഞ്ഞു. തുടർന്ന് യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം, അതിനെ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99നെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു, നഷ്ടപ്പെട്ടു പോയി കണ്ടില്ല, അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നമ്മൾ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. നമ്മുടെ സുവിശേഷ വേലയുടെ ലക്ഷ്യം തന്നെ ഈ നഷ്ടപ്പെട്ടു പോകുന്നവരെ ഇങ്ങോട്ട്, ഇതാണടാ നീ ആടാണെങ്കിൽ നിൻ്റെ ആല ഇതാണ് എന്ന് കാണിച്ചു കൊണ്ട് വരേണ്ടത് ചുമതല നമുക്കുണ്ട്. അത് ആ സുവിശേഷത്തിൽ കൂടിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 99 പേര് നീതിമാന്മാർ നേരത്തെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഒരാൾ തിരിച്ചു വന്നാൽ, തെറ്റിപ്പോയവൻ തിരിച്ചു വന്നാൽ ഈ 99നെക്കാട്ടിൽ കൂടുതൽ സന്തോഷം സ്വർഗത്തിലുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. ഈ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളാൽ പരിശ്രമിക്കേണ്ടത് ആണ്. 1 കൊരിന്ത്യരിലെ 9-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി, പൗലോസ് പറയുകയാണ്. നമ്മളെ ബലവാന്മാരുമുണ്ട്, ബലഹീനരും ഒക്കെ ഉണ്ടല്ലോ, പല രീതിയിലാണല്ലോ മനുഷ്യർ. അപ്പോൾ ബലഹീനരെ നമുക്ക് നേടിയെടുക്കണം, നമ്മളും ബലഹീനരായി തീരണം. എങ്കിലേ അങ്ങനെ അവരെ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാം ആയി, സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാനിവയെല്ലാം ചെയ്യുന്നു. സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട, തീക്ഷ്ണതയോടുകൂടി ചെയ്യേണ്ട നമ്മുടെ പ്രവർത്തനം. ബലഹീനരെ നേടേണ്ടതിന് നമ്മളും ബലഹീനരാകണം. അല്ല, ഉന്നത സ്ഥാനത്തിരിക്കുകയാണ്, ഞാൻ താഴോട്ടിറങ്ങത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഈ ബലഹീനരായ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ലാതെ വരും. നമുക്ക് 18-ാം വാക്യത്തിലേക്ക് കയറാം. നല്ല കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. നല്ല കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു, അതുപോരാ, എല്ലായ്പ്പോഴും നിങ്ങൾ നല്ല കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരായിരിക്കണം. സുഭാഷിതങ്ങളിൽ 10-ാം അധ്യായം 4-ാം വാക്യം, അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കയ്യ് സമ്പത്ത് നേടുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ മടിച്ചിരിക്കരുത്. എപ്പോഴും ജോലിയിൽ വിശ്രമിക്കേണ്ടെന്നല്ല, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം. നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം, ഉത്സാഹത്തോടുകൂടി നമ്മൾ ജോലി ചെയ്യണം. അങ്ങനെ ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യാമെങ്കിൽ നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം തന്നെ ഇല്ലാതാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥിര ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ആ കൈ സമ്പത്ത് നേടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ അലസതനായിട്ട് കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കേണ്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. സുഭാഷിതങ്ങളിൽ 13:4 എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. വസ്തുസ്ഥലങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ഈ അലസൻ എന്ത് ചെയ്യും? ഒരു ജോലിയും ചെയ്യത്തില്ല. അവനെങ്ങനെ കിട്ടുന്നത്? വല്ലതും ജോലി ചെയ്യാതെ കിട്ടുമെന്നൊന്നും വിചാരിച്ച് കളയരുത്. ആദത്തെ സൃഷ്ടിച്ച് അവരെ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴും കർത്താവ് അവരോട് പറയുന്ന നിർദ്ദേശം ജോലി ചെയ്യണം, വേർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കണം. മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന
ആ രീതി അതാണ്. വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കണം, പക്ഷെ വിയർപ്പോടുകൂടി ജോലി ചെയ്ത് വിയർത്ത് ഉൽപ്പാദനം ഉണ്ടാക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. സുഭാഷിതങ്ങൾ 31 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഉത്തമയായ ഒരു ഭാര്യയുടെ ഉത്സാഹപൂർവമായ പ്രവർത്തനങ്ങൾ കാണിക്കുക. അത് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണ്. ഒരു വീട്ടിലെ അമ്മ അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ എത്രമാത്രം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് 31-ാം അധ്യായം 10-ാം വാക്യം മുതൽ 31 വരെ. അത് നല്ലൊരു വർണ്ണനയുണ്ട്. ഇതെല്ലാം വായിക്കുന്നത് നല്ലത് തന്നെ. അതിൽ 27-ാമത്തെ വാക്യം പറയുന്നു, കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു, അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവൾ വർക്ക് ചെയ്യുകയാണ്, ഉത്സാഹത്തോടെ ജോലി ചെയ്യുകയാണ്. അലസതയുടെ അപ്പമല്ല അവൾ ഭക്ഷിക്കുന്നത്. പിന്നെ അവൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ആണ് ഈ വാക്യത്തിൽ എടുത്തെഴുതിയിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. മക്കൾ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും നടപടികൾ അമ്മ ഇരുന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കും. കുറ്റങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ, തിരുത്തേണ്ട കാര്യങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തി കൊടുക്കും. അമ്മയുടെ ജോലിയാണെന്ന് ഓർക്കണം. അപ്പൻ്റെ ജോലി അല്ലെന്നല്ല, അമ്മയുടെ ജോലി എടുത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മക്കളെ വളർത്തി അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരേണ്ട കടമ മാതാപിതാക്കന്മാർക്കുണ്ട്. ഇവിടെ എടുത്തു പറയുന്നത് അമ്മയുടെ ജോലിയാണ്. ശ്രദ്ധാപൂർവം അവർ പിള്ളേരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതുപോലെ തിരുത്തി വളർത്തിക്കൊണ്ട് വരണം. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. ഇത് കുടുംബപരമായ ജീവിത രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ തലത്തിലും ആത്മീയ മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ഈ ശുഷ്കാന്തി കാണിക്കണം. 2 തിമോത്തിയോസ് 1:6 പറയുന്നു, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. തിമോത്തിയോസിന് അവിടെ ഒരു സഭ നടത്തിക്കൊണ്ട് പോകാനുള്ള രീതിയിലുള്ള വരം ലഭിച്ചിരിക്കുകയാണ് കൈവയ്പിലൂടെ. പൗലോസ് പറയുന്നത്, നീ അത് വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം, മങ്ങിപ്പോകരുത്, തണുത്തു പോകരുത്, ആ വരം ഉജ്ജ്വലിപ്പിക്കണം. വെളിപാടിൻ്റെ 3:19 പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ശാസനയോ ശിക്ഷയോ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് കർത്താവ് എന്നെ ശാസിച്ചിരിക്കുകയാണ്, കർത്താവ് എന്നെ ശിക്ഷിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. തിരുത്തേണ്ടത് തിരുത്തണം എന്ന് ചുരുക്കം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, തീക്ഷ്ണതയുള്ളവനായിരിക്കുക, അനുതപിക്കുക. 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തീക്ഷ്ണത കാണിക്കണം ആത്മീയ തലത്തിൽ, വെറുതെ കാണിക്കാനല്ല, ആയിരിക്കണം. 2ാമത് പറഞ്ഞിരിക്കുന്നത് അനുതപിക്കണം. ഇതുവരെയും ചെയ്ത ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് അനുതാപമുണ്ടാകണം. അങ്ങനെയാണല്ലോ പത്രോസ് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചത്. അവന് തെറ്റ് ചെയ്തതിന് അനുതപിച്ചു. യേശുവിനെ നിഷേധിച്ചതിൽ, തള്ളിപ്പറഞ്ഞതിൽ അനുതപിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വലത്തുഭാഗത്തെ കള്ളന് വലത്തുഭാഗത്ത് നമ്മൾ പറയുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു പറഞ്ഞു, ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ പരദീസയിലായിരിക്കും. അനുതപിച്ചത് കൊണ്ടാണ് അവന് ഇതൊക്കെയും ലഭിക്കുവാൻ ഇടയായത്. തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആത്മീയതലത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ കാലതാമസം വരരുത്. കാലതാമസം വരുന്നതിന് ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ചില കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ലൗകികമായ കുഴപ്പങ്ങൾ കാണും. ഉൽപ്പത്തി 19:16 സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പായി അവിടം വിട്ട് ഓടിപ്പോകുവാനായിട്ട് മാലാഖ ലോത്തിനോടും കുടുംബത്തോടും ആവശ്യപ്പെട്ടു.
എന്നാൽ അവർ മടിച്ചു നിന്നു. മാലാഖമാർ അവരെ നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. ഇറങ്ങി ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ അവർ മടിച്ചു നിൽക്കുക. വീട്ടിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം എടുക്കണോ നോക്കിക്കൊണ്ടൊക്കെ ആയിരിക്കാം. ആ വസ്തുവകകളോടുള്ള അവരുടെ ആ സ്നേഹം കൊണ്ടായിരിക്കും അവർ ഓടിപ്പോയില്ല. മാലാഖ പെട്ടെന്ന് അവരെ കൈക്ക് പിടിച്ച് വെളിയിൽ കൊണ്ടുവിട്ടു. അപ്പം കുടുംബ ചിന്ത ആവശ്യമില്ലാത്തത് അത് നമ്മൾ ആത്മീയമായ തലത്തിൽ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ വേറൊന്നുള്ളത്, കുടുംബത്തിൻ്റെ തന്നെ ചില ചിന്തകളുണ്ട്, കുടുംബചിന്തകൾ. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 22 വാക്യങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ ഒരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. നിയമജ്ഞനാണ്, എല്ലാം അറിയാവുന്ന ആളല്ലേ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, ആലോചിച്ച് ചെയ്താൽ മതി. കാരണം കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. നീ എൻ്റെ കൂടെ വരികയല്ലേ? എനിക്കന്ന് തലചായ്ക്കാൻ പോലും സ്ഥലമില്ല. ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ സ്ഥലമില്ല. പിന്നെ നീ എൻ്റെ കൂടെ വന്നാൽ നിനക്കെവിടെ കിടക്കുന്നത്? ആലോചിച്ച് ചെയ്താൽ മതി. അതൊക്കെ സഹിക്കാൻ ഒക്കുമോ? എങ്കിൽ വന്നാൽ മതി. ഇതാണ് യേശു പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ല, എൻ്റെ കൂടെ അങ്ങ് വരുവാന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോഴുള്ള കിടക്കാൻ സ്ഥലമില്ല. ആ വനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ചിലപ്പം കിടക്കുന്നത്. ഒരു കല്ല് തലയിൽ വെച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്, അല്ല തലയണയായിട്ട് വെച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള സഹിക്കാമോ? എങ്കിലും വന്നാൽ മതിയെന്നാണ് ഈ സൂചിപ്പിച്ചത്. ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. അവന് വരാൻ താല്പര്യം കാണിക്കുക. യേശു ഒരു പക്ഷേ വിളിച്ചിട്ടുണ്ടായിരിക്കും, വരാൻ താല്പര്യം കാണിക്കുക. പക്ഷേ അവനൊരു അനുവാദം ചോദിക്കുന്നു, എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തേച്ചിങ്ങ് വരാം എന്നാണ് പറയുന്നത്. അത് സാധ്യമല്ല. കാര്യം അത് തീർത്തേച്ചിനി എന്നാണ് വരുന്നത്? പിതാവിനെ സംസ്കരിച്ചിട്ട് വരിക എന്നുള്ളത് യഹൂദന്മാരുടെ ചട്ടമാണ്. പിതാവിനെ സംസ്കരിക്കുക എന്നുള്ള ജോലി പുത്രന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ എഴുതപ്പെട്ട ചട്ടങ്ങളിലുള്ള ഒരു കാര്യമാണ് പിതാവിനെ സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ അത് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, പിതാവിനെ സംസ്കരിച്ചിട്ട് ഞാൻ വരാം, അതിനെന്നെ അനുവദിക്കണമേ. കർത്താവ് പറഞ്ഞു കൊടുത്ത ഉത്തരം, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും ഇപ്പം നോക്കണ്ട, നീ എന്നെ അനുഗമിക്കുക. മൂന്നാമത് ഒരു തടസ്സമുണ്ടാകുന്നത് അവിശ്വാസമാണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ 17-ാം അധ്യായം 31-ാം വാക്യം മുതൽ 33 വരെ പൗലോസ് ആഥൻസിൽ ചെന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ധാരാളം പേരെ പ്രസംഗം കേൾക്കാൻ ഒന്നിച്ചുകൂടി. ഒരു വിഗ്രഹാരാധനയുടെ ഒരു നാടായിരുന്നല്ലോ ആഥൻസ്. അപ്പോൾ ധാരാളം പേര് അവിടെ കൂടി. പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു, താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി, യേശുക്രിസ്തു വഴി, ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിപ്പാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിനെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. പുനരുദ്ധാനം എന്നൊരു വാക്ക് കേട്ടതേ ഉള്ളൂ. ചിലർ അവർക്കത് മനസ്സിലായില്ല, പരിഹസിച്ച് കളയുക. ചിലർ പറഞ്ഞു, ഇപ്പം വേണ്ട, ഞങ്ങൾ പിന്നീട് നിൻ്റെ വാക്കൊക്കെ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അങ്ങ് പിരിഞ്ഞു. സത്യം എന്താണെന്ന് കേട്ട് ഗ്രഹിക്കാൻ അവർ സമയമെടുത്തില്ല, അവർ പിരിഞ്ഞുപോയി. അവരുടെ അവിശ്വാസമാണ് അതിന് കാരണമായത്. പിന്നെ ചിലർ വ്യക്തിപരമായ ചില അസൗകര്യങ്ങളൊക്കെ പറയും. അല്ല, വ്യക്തിപരമായ ചില സൗകര്യങ്ങളെ മുൻനിർത്തി
ഈ വിശ്വാസത്തിലോട്ട് കടന്നു വരാതെ വരും. അപ്പോസ്തല പ്രവൃത്തികൾ 24-25 ഫെലിക്സ് ദേശാധിപതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പൗലോസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വലിയ താല്പര്യം കാണിച്ചിട്ട് പൗലോസിനെ വിളിപ്പിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പൗലോസിനെ വിളിപ്പിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. പൗലോസ് പ്രസംഗിച്ചതിൻ്റെ സബ്ജക്റ്റ് ഇതൊക്കെയാണ്: നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ. ഇവിടെ ഫെലിക്സ് എന്നും ഭാര്യ എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ ഒരു ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. അത് ആ വിവാഹത്തിൽ തന്നെ ചില തെറ്റുകളൊക്കെ ഉണ്ട്. അവിടെയാണ് പൗലോസ് ഇവിടെ ആത്മനിയന്ത്രണത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ഒക്കെ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഫെലിക്സിന് അത് ഭയം ഉണ്ടാക്കി കാണും. ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: തൽക്കാലം നീ പോയിക്കൊള്ളുക, ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ നിന്നെ വിളിച്ചുകൊള്ളാം. അനുദപിച്ച് ശരിയായ മാർഗത്തിലേക്ക് തിരിയേണ്ടതിന് പകരം ഈ ന്യായവിധിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഭയപ്പെട്ടിട്ട് നീ പൊക്കോ, ഇനി എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അപ്പോൾ സത്യവിശ്വാസം കേൾക്കുവാൻ അവർ തയ്യാറല്ല. എന്താ കാരണം? അവരുടെ വ്യക്തിപരമായ അസൗകര്യങ്ങളാണ് അവിടെ പറയുന്നത്. വിശ്വാസികളുടെ കെട്ടുപണിക്ക് വേണ്ടി ആത്മീയ വർധനവ് വരുത്തേണ്ടതാണ്. വിശ്വാസികളെ ചേർത്ത് ഒരു കെട്ടുപണിയാണ്, അതാണ് സഭയെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആത്മീയ വർധനവ് വരുത്തേണ്ടതാണ്. റോമാലേഖനം 14-18 ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പര ഉത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. വിശ്വാസികൾ തമ്മിൽ കൂടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ചു കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അത് പരസ്പരമായ ഉന്നമനത്തിന് അത് കാരണമാകും. അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മുടെ സഹവിശ്വാസികളെ ഉത്കർഷത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ 18-ാമത്തെ വാക്യം വരെയാണ് നമ്മളിപ്പം ചിന്തിച്ചത്. സമയം പോകുന്നത് കൊണ്ട് അവിടെ നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് നമുക്കൊരു തീക്ഷ്ണത വേണം ആത്മീയ കാര്യങ്ങളിലും. അത് പരിജ്ഞാനത്തോടുകൂടിയുള്ള തീക്ഷ്ണതയായിരിക്കണം. അല്ല ഞാനങ്ങ് നേതാവായി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വലിയവനാണെന്ന് കാണിക്കാനുള്ള തീക്ഷ്ണതയല്ല. ആത്മീയമായ പരിജ്ഞാനത്തോടുകൂടി വേണം തീക്ഷ്ണത കാണിക്കാൻ. പിന്നെ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, നമ്മൾ സത്യമേ പറയാവൂ, സത്യസന്ധരായിരിക്കണം. പിന്നീട് ആത്മീയ തലത്തിൽ എല്ലാവരെയും കൂട്ടി കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാനുള്ള വഴി തുറന്നു കൊടുക്കണം. ദൈവവചനങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മൾ തീക്ഷ്ണത കാണിക്കണം. മരിച്ചാലും കുഴപ്പമില്ല, കർത്താവിങ്കിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതാണ് പ്രധാന സംഗതി. നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിനെ തിരിച്ചു കൊണ്ടുവന്നാൽ സ്വർഗത്തിൽ 99 അവിടെ നിൽക്കുമ്പോഴും ഈ ഒന്ന് തിരിച്ചു കിട്ടിയതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും മാലാഖമാർക്കും ദൈവത്തിനും. അത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗലോകം വിട്ട് തെറ്റിപ്പോയതിനെ തേടിപ്പിടിച്ച് കൊണ്ടുവരാനായിട്ട് ഇറങ്ങി വന്നത്. ഇപ്പം 50 കാലഘട്ടമാണല്ലോ. കർത്താവ് കഷ്ടപ്പെട്ട് അവൻ്റെ രക്തം ചിന്തി മരിച്ചത് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവന് നമ്മളോട് കോപിക്കുകയല്ല. അവൻ തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കളെ നേടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയും നശിച്ചു പോകുവാൻ അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം കൃപയുടെ യുഗമാണ്. ആ കാലഘട്ടത്തിലെ കൃപയുടെ യുഗം, ആ കൃപ നമ്മൾ പ്രാപിച്ച്
നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നാം ശ്രമിക്കണം, മറ്റുള്ളവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും 107-ാമത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് 19-ാമത്തെ വാക്യം മുതൽ 4:19 മുതൽ നമുക്ക് വീണ്ടും ആവർത്തിച്ച് അത് പഠിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.